ശ്രീ ആസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത മാസം 18-ാം തീയതി മെയ് 18-ാം തീയതി രാഹുകേതുക്കൾ രാശി മാറുകയാണ്. രാഹു കുംഭത്തിലേക്കും കേതു ചിങ്ങത്തിലേക്കുമാണ് രാശി മാറുന്നത്. ഈ കലിയുഗത്തിൻ്റെ കാര്യം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാഹുകേതുക്കൾക്കുള്ള സ്വാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും വലുതാണ്. കലിയുഗത്തിലത്തെ രാജാവാണ് രാഹു എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റും. അതായത് മെറ്റീരിയൽ സക്സസിൻ്റെ പ്ലാനറ്റാണ് രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഒരു രാത്രി കൊണ്ട് പണക്കാരനാക്കാൻ രാഹുവിനല്ലാതെ വേറൊരു പ്ലാനറ്റിനും കഴിയില്ല. അപ്പോൾ അത്രയ്ക്കും നമ്മുടെ ലൈഫിൽ സ്വാധീനം രാഹുകേതുക്കൾക്കുണ്ട്. മുമ്പത്തെ 3 യുഗങ്ങളിലും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാഹുകേതുക്കളുടെ സ്വാധീനമില്ലായിരുന്നു. കലിയുഗത്തിലാണ് രാഹുകേതുക്കൾ ഉള്ളത്. നമ്മളൊരു ഒരു വലിയ പണക്കാരുടെ കാര്യങ്ങളുടെ അതായത് ജാതകങ്ങളൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ശക്തമായൊരു സ്വാധീനം നമുക്കതിൽ കാണാൻ പറ്റും. അതായത് രാഹുവും കേതുവും നിൽക്കുന്ന രാശിയിലെ അധിപന്മാർ തമ്മിലുള്ളൊരു യോഗം കാണാൻ കഴിയും. അല്ല എങ്കിൽ രാഹുവിൻ്റെയും കേതുവിൻ്റെയും നക്ഷത്രാധിപന്മാർ തമ്മിലുള്ളൊരു യോഗം കാണാൻ കഴിയും. ഇതിനു മുമ്പത്തെ വീഡിയോയിൽ വ്യാഴത്തിൻ്റെ ഗോചരം ഇൻക്ലൂഡ് ചെയ്തും കൂടി ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി പറയുകയാണെങ്കിൽ ഈ മാസം തന്നെയാണ് മെയ് 15-ാം തീയതി വ്യാഴത്തിൻ്റെ ഒരു ഗോചരമുണ്ട് മിഥുന രാശിയിലേക്ക്. അപ്പോൾ വ്യാഴത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ദൃഷ്ടിയാണുള്ളത്. അതിൽ 9ാമത്തെ ദൃഷ്ടി കുംഭത്തിലേക്ക് വരും. അപ്പോൾ രാഹുവിന് അവിടെ വ്യാഴത്തിൻ്റെ ബ്ലെസ്സിങ് വരും. അപ്പോൾ രാഹു അവിടെ ഹൈലി പോസിറ്റീവാവും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വ്യാഴത്തിൻ്റെ അടുത്ത ഗോചരം വരും, അതായത് 2026 മിഥുന രാശിയിൽ നിന്ന് കർക്കിടക രാശിയിലേക്ക്. അപ്പോൾ അതുവരെ രാഹുവിൻ്റെ രാഹു അവിടെ കൂടുതൽ പോസിറ്റീവാവും. വ്യാഴത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ഉണ്ടായിരിക്കും രാഹുവിന് അവിടെ. ഇനി ചിങ്ങരാശിയുടെ രാഹുകേതുക്കളുടെ ഗോചരം നോക്കാം. ചിങ്ങരാശിയുടെ 7ാം ഭാവത്തിലാണ് രാഹുവിൻ്റെ ഗോചരം. അപ്പോൾ 7ാം ഭാവം റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പ്, പിന്നെ പാർട്ണർഷിപ്പ്, ബിസിനസ്, ഇതൊക്കെ റിലേറ്റ് ചെയ്തുള്ളൊരു ഭാവമാണ്. 7ാം ഭാവത്തിൽ രാഹുവിന് ദിഗ്ബലമുണ്ട്. അപ്പോൾ രാഹു അവിടെ സ്ട്രോങ് ആണ്. അപ്പോൾ 7ാം ഭാവം റിലേറ്റ് ചെയ്തുള്ള എല്ലാ കാര്യങ്ങളും ആക്റ്റീവ് ആവുന്നൊരു പീരീഡാണ്. പ്രത്യേകിച്ചും രാഹുവിൻ്റെ ദശയോ അപഹാരമോ ആണെങ്കിൽ അത് കൂടുതൽ 100% അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ പീരീഡാണ്. അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് നമ്മുടെ ചിന്തകളിൽ വരുന്നൊരു ടൈമാണ്. അതേമാതിരി ഒരുപാട് റിലേഷൻഷിപ്പുകൾ കണക്റ്റ് ആവുന്നൊരു പീരീഡാണ്. അതായത് പാർട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു ടൈമിംഗ് ആണിപ്പോൾ. രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺകൺവെൻഷണൽ പ്ലാനറ്റാണ്. അതായത് നമ്മുടെ പാരമ്പര്യ രീതികളിൽ നിന്നും അതിൻ്റെ അതിർവരമ്പുകളിൽ നിന്നൊക്കെ നമ്മളെ അത് കടക്കാൻ പ്രേരിപ്പിക്കും. അപ്പോൾ അത് നമ്മുടെ റിലേറ്റ് ചെയ്യാനായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിൻ്റെ ബൗണ്ടറീസിൽ നിന്നൊക്കെ നമ്മളെ കടക്കാൻ എപ്പോഴും പ്രേരിപ്പിക്കുന്നത് രാഹുവാണ്. അപ്പോൾ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ഇൻ്റലിജൻ്റായ ഒരു പ്ലാനറ്റാണ്. പിന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നേക്കാളും ആളെ സംബന്ധിച്ചൊരു സ്മാർട്ട് തിങ്കിങ് പ്ലാനറ്റാണ് രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നന്നായി ഒബ്സർവ് ചെയ്തിട്ടും നൂതന ആശയങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റിയൊരു ടൈമിങ് പീരീഡാണിപ്പോൾ. അതായത് അപ്പോൾ ബിസിനസ്സൊക്കെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ പീരീഡാണ്. പിന്നെ വ്യാഴമുണ്ടല്ലോ, അതായത് മിഥുന രാശിയിൽ നിന്ന് കർക്കിടകത്തിലേക്ക് മാറുന്ന ഒരു ടൈം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുവരെ രാഹുവിന് വേറെ നല്ല പോസിറ്റീവായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണകളുടെയൊക്കെ ഒരു പ്ലാനറ്റും കൂടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതേമാതിരി അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ പാർട്ണർഷിപ്പിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ചിലപ്പോൾ വഴിവിട്ട ബന്ധങ്ങൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിലും രാഹു നെഗറ്റീവ് ഭാവങ്ങളിലൊക്കെ കണക്ട് ചെയ്ത് വരുമ്പോൾ മാത്രമേ അങ്ങനെ വിഷയമുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പീരീഡും കൂടിയാണ്. അപ്പോൾ അത് വ്യാഴം നിൽക്കുമ്പോൾ വിഷയമല്ല, വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ള ടൈമിലൊന്നും വിഷയങ്ങളാവില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ജാതകത്തിൻ്റെ ഒരു ഭാവം കൂടിയൊക്കെ നമ്മൾ നോക്കണം. പിന്നെ ദശയുടെ ടൈം പീരീഡ് അതൊക്കെയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ടൈമാണ്. പിന്നെ ചിങ്ങരാശിയുടെ കേതുവിൻ്റെ ഭാവം നമ്മൾ എടുക്കുമ്പോൾ ലഗ്നത്തിലാണ്, ചിങ്ങരാശിയിൽ തന്നെയാണ്, അതായത് 1ാം ഭാവത്തിലാണ് കേതു നിൽക്കുക. അപ്പോൾ വേറൊരു വിഷയം കൂടി ഉണ്ട് അതിൽ. അപ്പോൾ നമ്മൾ ചന്ദ്രാലാണല്ലോ എല്ലാവരും നോക്കുക. ലഗ്നാലാണെങ്കിൽ വിഷയമല്ല, ചന്ദ്രാലിൽ നിൽക്കുമ്പോൾ ചന്ദ്രൻ്റെ റിലേറ്റ് ചെയ്തിട്ടും കൂടിയാണ് നമ്മളത് പറയേണ്ടി വരും. അപ്പോൾ ചന്ദ്രനാണെങ്കിലും കേതുവായിട്ട് ശത്രുത ഉള്ളൊരു പ്ലാനറ്റാണ്. അപ്പോൾ അമ്മ റിലേറ്റ് ചെയ്തുള്ള വിഷയങ്ങളും നമ്മുടെ മനസ്സാണെങ്കിലും ഒരുപാട് നമ്മുടെ ചിന്തകളുണ്ടല്ലോ ശരിയായ രീതിയിലാവണമെന്നില്ല. അതായത് ഹെഡ്ലെസ് പ്ലാനറ്റ് ആയതുകൊണ്ട് ചിന്തകൾ നമ്മുടെ ബുദ്ധിപരമല്ലാത്ത കാര്യങ്ങളിലൊക്കെ ആവാം. പിന്നെ അമ്മ റിലേറ്റ് ചെയ്തുള്ള എന്തെങ്കിലും വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടാവാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 7ാം ഭാവത്തിൽ രാഹു നമുക്ക് ഒരുപാട് ഫെയിമും കാര്യങ്ങളൊക്കെ തരുമ്പോൾ 1ാം ഭാവം, അതായത് ചിങ്ങരാശി എന്ന് പറഞ്ഞാൽ സൂര്യൻ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈഗോയുടെ ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ഈഗോയുടെ കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ ഹമ്പിളായിട്ടിരിക്കണം എന്നാ പറയാം. അപ്പോൾ മെഡിറ്റേഷൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ലൊരു ടൈമിംഗ് ആണിപ്പോൾ ചെയ്യുകയാണെങ്കിൽ. അടുത്തത് കന്നിരാശിക്കാരുടെയാണ്. അപ്പോൾ കന്നിരാശിക്കാരുടെ ഗോചരം നോക്കുകയാണെങ്കിൽ രാഹു 6ലും കേതു 12ലാണ് വരിക. രാഹുവിന് 6ാം ഭാവം എന്ന് പറഞ്ഞാൽ, അതായത് 6ാം ഭാവം ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗം, കടം, ശത്രുക്കൾ,
കോമ്പറ്റീഷൻ്റെ ഒരു ഭാവമാണ്, സർവീസിൻ്റെ ഒരു ഭാവമാണ്. അപ്പോൾ ഈ ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്ന പീരീഡാണ്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ രാഹുവിൻ്റെ ദശയോ അപഹാരമോ ആണെങ്കിൽ അത് 100% അതിന് റിസൾട്ട് ഉണ്ടാവും. അതായത് രാഹുവിന് 6-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഉപജയ സ്ഥാനത്തിൽ വളരെ സ്ട്രോങ് ആണ്. അതായത് വളരെ ഇഷ്ടപ്പെട്ടൊരു ഭാവമാണ് രാഹുവിന് അവിടെ. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് നമുക്ക് വിജയിക്കാൻ ഏറ്റവും നല്ല പീരീഡാണ്. അതേമാതിരി എന്താണ്, ശത്രുക്കളുടെ മേൽ വിജയം ഉണ്ടല്ലോ, അതിനൊക്കെ പറ്റിയ പീരീഡാണ്. പിന്നെ രാഷ്ട്രീയത്തിലുള്ളവർക്ക് നല്ലതാണ്. ജോലിയൊക്കെ നമ്മൾ നോക്കണവർക്ക് ജോബൊക്കെ കിട്ടാനുള്ള ഒരു ചാൻസ് ഉള്ള പീരീഡാണ്. പിന്നെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് റിലേറ്റഡ് ചെയ്ത വിഷയങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിൽ മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഡൈജഷൻ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളും പിന്നെ നെർവസ് സിസ്റ്റം അത്ര പ്രശ്നമല്ല, ഡൈജഷൻ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോണിൻ്റെ ഒക്കെ ഒരു ഭാവം കൂടിയാണ്. അപ്പോൾ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രേരിപ്പിക്കുന്ന ഒരു പ്ലാനറ്റാണ്. അപ്പോൾ വലിയ വലിയ ലോൺസൊക്കെ എടുക്കാതിരിക്കുന്നതാണ് ഈ ടൈമിൽ നല്ലത്. പിന്നെ കന്നിരാശിക്കാരുടെ കേതുവിൻ്റെ ഭാവം നമ്മൾ നോക്കുകയാണെങ്കിൽ 12-ാം ഭാവം വരാം. അപ്പോൾ ഈ 12-ാം ഭാവം എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഭാവമാണ്. അതായത് ഒരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെയും ഒരു ഐസൊലേഷൻ്റെയൊക്കെ ഒരു ഭാവമാണ് 12-ാം ഭാവം. വേറെയും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, വിദേശം അങ്ങനെയൊക്കെ കുറേ നല്ല കാര്യങ്ങൾ അതിലെടുത്ത് പറയാൻ പറ്റും. പക്ഷേ അത് നമ്മുടെ മെയിനായിട്ട് ഡിറ്റാച്ച്മെൻറ്റും ഐസൊലേഷനൊക്കെയാണ്. അതേമാതിരി തന്നെ കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനറ്റിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡിറ്റാച്ച്മെൻറ്റും ഐസൊലേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഭാവത്തിൽ വരുമ്പോൾ കേതു അവിടെ കംഫർട്ടബിളാണ്. കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ട്രാജഡിയിലെ ഒരു പ്ലാനറ്റാണ്. അപ്പോൾ ഏത് ഭാവത്തിലാണെങ്കിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവാം. അതിപ്പോൾ വിദേശം ധ്രുവാണോ അങ്ങനത്തെ, പിന്നെ നമ്മൾ ഓർക്കാൻ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും. കേതുവിൻ്റെ ഒരു റെമഡി ഞാൻ മെയിനായിട്ട് പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ തന്നെയാണ്. അത് എന്താ പറയുക, വളരെയധികം വർക്കിംഗ് ആണ്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. അത് തന്നെയാണ് അതിൻ്റെ ഒരു റെമഡി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് തുലാം രാശി നോക്കാം. അതായത് രാഹുവിന് 5-ാം ഭാവം കേതുവിന് 11-ാം ഭാവമാണ് വരാം. രാഹുവിന് 5-ാം ഭാവം ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്വാധീനം ചെലുത്തും. അപ്പോൾ 5-ാം ഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റീവായ കാര്യങ്ങൾ, റൊമാൻസിൻ്റെ ഒരു ഭാവമാണ്. ചിൽഡ്രൻ, ഇൻ്റലിജൻസ്, പൂർവ്വജന്മ ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്ന ഒരു ടൈം പീരീഡാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റ്, ക്രിപ്റ്റോ കറൻസി, ഗാംബ്ലിങ്, അപ്പോൾ ഇത് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ, അതായത് ഇത് ബന്ധപ്പെട്ട രീതിയിലുള്ള ആൾക്കാരുകൾക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് അതിനോട് ആഗ്രഹം ഉണ്ടാവുന്ന ഒരു ടൈം പീരീഡാണ്. പിന്നെ പുതിയ റൊമാൻസ് കണക്റ്റ് ആവുന്ന ഒരു ടൈം പീരീഡാണ്. പിന്നെ ക്രിയേറ്റീവായ കാര്യങ്ങളുണ്ടല്ലോ, അതായത് എന്താണ്, നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മുടെ നൂതന രീതിയിലേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുമ്പോൾ രാഹു അവിടെ പോസിറ്റീവ് ആവും. പിന്നെ പൂർവ്വജന്മ കണക്ഷൻ്റെ ഒരു ഭാവമായതുകൊണ്ട് മുൻജന്മത്തിലുള്ള പാപത്തിൻ്റെ ആയാലും പുണ്യത്തിൻ്റെ ആയാലും റിസൾട്ട് വരുന്നൊരു ടൈം പീരീഡാണ്. പിന്നെ വ്യാഴം നിൽക്കുന്നിടത്തോളം എന്താണ് ഇത് നല്ലതാണ്. അത് കഴിഞ്ഞാൽ ഈ ഷെയർ മാർക്കറ്റ്, ക്രിപ്റ്റോ കറൻസി, ഗാംബ്ലിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളിടത്തോളം വരെ രാഹു അവിടെ പോസിറ്റീവും, വേറെ വിഷയങ്ങളൊന്നുമില്ല. അത് നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹു നെഗറ്റീവുള്ള ജാതകങ്ങളിൽ ഇങ്ങനത്തെ വിഷയങ്ങളിൽ ഒരുപാട് ലോസുകളൊക്കെ സംഭവിക്കാൻ ടൈമാണ്. അപ്പോൾ അതും കൂടെയൊക്കെ നോക്കിയിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. തുലാം രാശിയിലെ കേതുവിൻ്റെ ഭാവം നമ്മൾ നോക്കുകയാണെങ്കിൽ 11-ാം ഭാവമാണ്. വളരെ നല്ല ഭാവമാണ്. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഗെയിൻസ് ഉണ്ടാവുന്ന ഒരു ടൈമാണ്. പിന്നെന്താ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 11-ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽഡർ സിബ്ലിങ്സ് വരാം. അപ്പോൾ അത് റിലേറ്റ് ചെയ്തുള്ള ഈഗോ വിഷയങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അടുത്ത വൃശ്ചിക രാശിയാണ്. രാഹു 4-ാം ഭാവത്തിലും കേതു 10-ാം ഭാവത്തിലാണ്. അപ്പോൾ 4-ാം ഭാവം റിലേറ്റ് ചെയ്ത ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്ന ഒരു ടൈം പീരീഡാണ്. അതായത് 4-ാം ഭാവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുഖസ്ഥാനമാണ്. പിന്നെ വീട്, അമ്മ, ഇമോഷണലൊരു സ്ഥാനമാണ്, പ്രോപ്പർട്ടി, വാഹനം. അപ്പോൾ ഇത് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്ന ഒരു ടൈം പീരീഡാണ്. രാഹുവിൻ്റെ ദശയോ അപഹാരമോ ഉള്ളവർക്ക് അതായത് 100% അത് റിസൾട്ട് ഉണ്ടാവും, ഗുഡ് റിസൾട്ടാവും ഉണ്ടാവുക. എന്തോടെ ശനിയുടെ ഒരു കാര്യം കൂടി എടുത്ത് പറയുന്നുണ്ട്. അതായത് വൃശ്ചിക രാശിക്കാരുടെ 4-ാം ഭാവം കൺട്രോൾ ചെയ്യുന്നത് ശനിയാണ്. അപ്പോൾ ശനി ഇപ്പോൾ 5-ാം ഭാവത്തിലാണ് ഗോചരത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ ത്രികോണ ഭാവമാണ്, അതേമാതിരി ഒരു ഭാഗ്യഭാവമാണ്. അപ്പോൾ ഈ 4-ാം ഭാവം ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് അത്രയും നല്ലൊരു പോസിറ്റീവായിട്ട് ഉണ്ടാകുന്ന ഒരു ടൈം പീരീഡാണ്. അതായത് നമുക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങാനോ വാഹനം വാങ്ങാനോ ഒരു വീട് വയ്ക്കാനൊക്കെ ഏറ്റവും പറ്റിയൊരു ടൈം പീരീഡാണ് ഇപ്പോൾ. വൃശ്ചിക രാശിക്കാരുടെ കേതുവിൻ്റെ ഭാവം നോക്കുകയാണെങ്കിൽ 10-ാം ഭാവത്തെ വരാം. 10-ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മസ്ഥാനമാണ്. അപ്പോൾ 10-ാം ഭാവത്തിൽ കേതുവിന് ഒരിക്കലും നല്ലതല്ല. കേതു എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ്ലെസ് പ്ലാനറ്റാണ്. അപ്പോൾ ബുദ്ധിപരമല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ കർമ്മസ്ഥലത്ത്, അതായത് ജോലി സ്ഥലത്ത് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് ചെയ്യാനാണ് നല്ലത് ഓരോ കാര്യം നമ്മൾ ചെയ്യുമ്പോഴും. പിന്നെ ഒരു വിഷയം പറയുകയാണെങ്കിൽ ഈഗോ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ, ജോബ് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അങ്ങനത്തെ വിഷയങ്ങളൊന്ന് ശ്രദ്ധിക്കണം.